ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിന്റെ 46-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കഴിഞ്ഞ നോമ്പിന്റെ ദിനങ്ങളിലെല്ലാം സത്യവചനത്താൽ നമ്മെ വഴി നടത്തിയ ദൈവകൃപയോർത്ത് സ്തോത്രം ചെയ്യാം. കഷ്ടാനുഭവ ആഴ്ചയുടെ മധ്യത്തിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നുവല്ലോ. ഇന്നത്തെ വേദപഠന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങളാകുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ വേദഭാഗത്തിന്റെ 14 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങളിൽ കർത്താവ് തന്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിച്ച് പരദേശത്തേക്ക് പോയ യജമാനന്റെ ഉപമയാണ് പറയുന്നത്. തന്റെ സമ്പത്ത് 3 ദാസന്മാർക്കുമായി 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്ന നിലയിൽ യജമാനൻ വീതിച്ചു നൽകുകയാണ്. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ താലന്തുകൾ. ദാസന്മാരോ നമ്മളും. കർത്താവിന്റെ ഈ ഉപമയിൽ യജമാനൻ തിരിച്ചു വന്നതിനു ശേഷം തന്റെ കണക്കുകൾ ദാസന്മാരോട് തീർക്കുന്നുണ്ട്. അപ്പോൾ 5 താലന്ത് ലഭിച്ചവൻ 10-ആയും 2 ലഭിച്ചവൻ 4-ആയും തിരികെ നൽകുന്നു. അപ്പോൾ യജമാനൻ അവരോട് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ദൈവികമായ പ്രവർത്തനങ്ങൾ ഉന്നതിയിൽ എത്തിക്കുവാനുള്ള കർത്താവിന്റെ വിളി കൂടിയാണ് ഈ വചനം. തങ്ങളുടെ പ്രവർത്തനത്തിൽ വിശ്വസ്തരായിരുന്ന ദാസന്മാർ നിത്യതയുടെ കിരീടം കാണുമെന്ന് കർത്താവ് ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. എന്നാലോ 1 താലന്ത് ലഭിച്ചവൻ അത് ഒന്നും ചെയ്യാതെ കുഴിച്ചിടുകയാണ് ഉണ്ടായത്. അവനെ യജമാനൻ അഭിസംബോധന ചെയ്യുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. തുടർന്ന് 31 മുതൽ 46 വരെയുള്ളതായ വാക്യങ്ങളിൽ മനുഷ്യപുത്രന്റെ തേജസ്സോടു കൂടിയുള്ള മടങ്ങി വരവിനെയാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. അവിടെ കർത്താവ് സകല ജാതിയെയും ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുമെന്ന് പറയുന്നു. അവിടെ മഹത്വത്തിന്റെ രാജാവ് വലത്തുഭാഗത്തുള്ളവരെ സ്വർഗീയ നിത്യതയിലേക്കും ഇടത്തുഭാഗത്തുള്ളവരെ നരകമായ നിത്യദണ്ഡനത്തിലേക്കും തള്ളും. വലത്തുഭാഗത്ത് ഉള്ളവരെ സ്വർഗീയ രാജാവ് അഭിസംബോധന ചെയ്യുന്നത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ്. അവിടെ മനുഷ്യപുത്രൻ നീതിമാന്മാരോട് തനിക്ക് വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും അനാഥനായപ്പോഴും രോഗിയായിരുന്നപ്പോഴും നഗ്നനായിരുന്നപ്പോഴും തടവിലായിരുന്നപ്പോഴും തന്നെ ശുശ്രൂഷിച്ചതിനെ പറ്റി സംസാരിക്കുന്നു. അപ്പോൾ സംശയിച്ചു നിന്ന നീതിമാന്മാരോട് ഏറ്റവും ചെറിയവനു വേണ്ടി അവർ ചെയ്തതെല്ലാം തനിക്കും ചെയ്തു എന്ന് ഉത്തരം പറയുന്നു. ശപിക്കപ്പെട്ടവരോടോ ഇതൊന്നും ചെയ്യാതിരുന്നതിനാൽ തന്നെ പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായുള്ള നിത്യാഗ്നിയിലേക്ക് പോകുവാൻ അവൻ പറയുന്നു. ഇവിടെ താലന്ത് ലഭിച്ച ശേഷം അതിനെ ഇരട്ടിയാക്കിയ ദാസന്മാരും കൊടിയ പ്രയാസത്തിന്റെ നടുവിലും ചെറിയവനു വേണ്ടി സഹായത്തിന്റെ കരങ്ങൾ നീട്ടിയ നീതിമാന്മാരും ദൈവത്തിന്റെ മഹത്വത്തിലിരിക്കുന്ന നിത്യതയുടെ സ്വർഗസിംഹാസനം അവകാശമാക്കുകയാണ് ചെയ്യുന്നത്. താലന്ത് ലഭിച്ചിട്ടും കുഴിച്ചിട്ടവനും ഏറ്റവും ചെറിയവനോട് അസഹിഷ്ണുത കാണിച്ചവനും നരകത്തിന്റെ നിത്യമായ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, വലിയ നോമ്പ് ദിനങ്ങൾ പ്രകാശത്തിലേക്കുള്ള ദൈവികമായ അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വെളിച്ചം സത്യവും സത്യം സേവനവുമാണ്. സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാൻ, ദൈവനിയോഗത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ, വലത്തുഭാഗത്ത് എത്തുന്ന നീതിമാനാകുവാൻ, താലന്തിനെ ഇരട്ടിയാക്കിയ ദാസനാകുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ആ വിളിയുടെ അനുഭവമാണ് ക്രിസ്തു. ആ വിളിയുടെ അനുഭവമാണ് വലിയ നോമ്പ്. ഇല്ലാത്തവന് താങ്ങായി നിൽക്കുവാൻ,
ദൈവിക പ്രവർത്തനത്തിൽ വ്യാപരിക്കുവാൻ ഈ നോമ്പ് കാലയളവിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ വലിയ നോമ്പിന്റെ നന്മകൾ നേരുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.